കേരള മുഖ്യമന്ത്രി ആരായിരിക്കുന്ന വിഷയത്തിൽ വലിയ ചർച്ചകളും വാഗ്വാദങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ സംഘടനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റേതായ ചില അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞു. അതിവിടെ ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. സത്യത്തിൽ എൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ്. അത് ഞാൻ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരെ മുമ്പ് തന്നെ ഏഷ്യാനെറ്റിലൊരു ചർച്ചയിൽ പറഞ്ഞതാണ്. കാരണം കോൺഗ്രസ്സുകാർ തമ്മിലുള്ള കടിപിടി അടുത്ത കാലത്തൊന്നും തീരുന്നുമില്ല. എൻ്റെ പിന്തുണ കുഞ്ഞാപ്പയ്ക്കാണ് എന്നുള്ളത്. എന്തുകൊണ്ട് കുഞ്ഞാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഏറ്റവും അവസാനം പറയാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗുസ്തിയിൽ പ്രധാനമായിട്ടും 3 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ 5 കൊല്ലം പുള്ളിയാണ് കോൺഗ്രസ് പാർട്ടിയെ UDF-നെ നയിച്ചത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൃത്യമായിരുന്നു. പുതുപ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു. അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഘടകകക്ഷികളെ ഏകോപിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗിന് രാജ്യസഭാ സീറ്റ് കൊടുത്ത് അവരുടെ അവകാശവാദം ശമിപ്പിക്കുന്നതിലും കോൺഗ്രസിൻ്റെ വിജയ സോപാനത്തിലേക്ക് നയിക്കുന്നതിലും രാജ്യത്ത് തന്നെ ഏറ്റവും അധികം സീറ്റുകൾ കോൺഗ്രസിന് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനൊക്കെ അദ്ദേഹം വളരെ നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചത്. അത് കഴിഞ്ഞ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒന്നുമല്ലാതായിക്കൊണ്ട് നിലമ്പൂരും ജയിപ്പിച്ചത് സതീശനാണ്. അത് കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയെടുത്ത് പാർട്ടിയുടെ പ്രതിച്ഛായ രക്ഷിച്ചത്. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായ നേതൃത്വമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ ബഹുജനങ്ങളുടെ മനസ്സിലുള്ളൊരു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും സതീശനാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ ഏറ്റവും നല്ല ആൾ, അല്ലെങ്കിൽ ഏറ്റവും ജനപ്രീതിയുള്ള ആൾ, ഏറ്റവും കേവനായ ആൾ തന്നെ മുഖ്യമന്ത്രി ആവണം എന്ന് നമുക്ക് ശടിക്കാൻ പറ്റുകയില്ല. അവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ പ്രാധാന്യം. ചെന്നിത്തല സതീശനേക്കാൾ സീനിയറാണ്. വി.ഡി. സതീശൻ തേവര കോളേജിൽ ചെയർമാനായിരിക്കുന്ന കാലത്ത് കേരളത്തിൽ MLA-യും മന്ത്രിയുമായ ആളാണ് ശ്രീമാൻ രമേശ് ചെന്നിത്തല. ചെന്നിത്തല ദീർഘകാല MLA ആയിരുന്നു, പാർലമെൻറ്റ് അംഗമായിരുന്നു, ഇംഗ്ലീഷും ഹിന്ദിയും അറിയാം. NSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാനത്ത് KPCC പ്രസിഡൻ്റായിരുന്നു, പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നു, ആഭ്യന്തരമന്ത്രി വരെയായിരുന്നു. ഭരണപരിചയമുണ്ട്, പാർലമെൻ്ററി എക്സ്പീരിയൻസ് ഉണ്ട്, ഇരുത്തം വന്ന ആളാണ്. ഘടകകക്ഷികൾക്കും സമ്മതനും സ്വീകാര്യനുമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അവകാശവും നമുക്ക് തള്ളാൻ പറ്റിയില്ല. പിന്നെ മൂന്നാമത്തെ ആളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, പാർലമെൻറ്റ് അംഗമാണ്, പക്ഷേ പാർട്ടിയുടെ പരമോന്നത നേതാവാണ്. രാഹുൽ ഗാന്ധിയെ പോലും ചാടിക്കളിയുടെ കുഞ്ഞിരാമെന്ന് പറഞ്ഞ് ചാടിക്കളിപ്പിക്കുന്ന ഇദ്ദേഹമാണ്. മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി ഒരു വഴിക്കാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആസാമിലെ തെരഞ്ഞെടുപ്പ്, ബംഗാളിലെ തെരഞ്ഞെടുപ്പ്, തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ്. ഇതിലൊക്കെ പുള്ളിയുടെ സേവനം നിസ്തുലമായിരുന്നു. അങ്ങനെ പ്രഗത്ഭമതിയായ ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നു. അദ്ദേഹം നിയമസഭാംഗമല്ല, പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി മാറിക്കൊടുക്കാൻ MLA-മാരുണ്ട്. മാത്രമല്ല ഇപ്പോൾ ജയിച്ചു വന്നുള്ള MLA-മാരിൽ ബഹുഭൂരിപക്ഷം പുള്ളിക്ക് സപ്പോർട്ടാണ്. പലർക്കും ഈ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തിക സഹായം ചെയ്തത് പുള്ളിയാണ്. കാശ് പഠിച്ചവർക്ക് ആർക്കും പുള്ളിയെ തള്ളി പറയാൻ പറ്റുകയില്ല. MLA-മാരുടെ ഇടയിൽ ഒരു ഹിതപരിശോധന നടത്തിയാൽ തീർച്ചയായിട്ടും KC-ക്കായിരിക്കും ഭൂരിപക്ഷം കിട്ടുക. പക്ഷേ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായിട്ട് വന്ന ആളുകൾ അംഗീകരിക്കില്ല. കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ കാണുമ്പോൾ തുണി നോക്കി കാണിക്കും. അതൊഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമില്ല, ആൾ യോഗ്യനാണ്, സുന്ദരനാണ്, നല്ല സ്ഥാനി നായർ ആണ്. പയ്യന്നൂർ പ്രശസ്തമായ നായർ തറവാട്ടിലെ അംഗമാണ്. സതീശനേക്കാളും ചെന്നിത്തലയേക്കാളൊക്കെ തറവാട്ട് മഹത്വം ഇദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല NSS ജനറൽ സെക്രട്ടറിക്കും പ്രിയങ്കരനായ ആളാണ്. എന്ന് വെച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇതൊന്നും വല്ല വിരോധമുണ്ടോ? അതുമില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും ലഗ്നാലും ചന്ദ്രാലും ഭാഗ്യാലും മുഖ്യമന്ത്രി ആ യോഗ്യനായിട്ടുള്ള ആൾ വേണുമാണ്. പക്ഷേ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള ചെറിയ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇവിടെയാണ് നമ്മൾ കുഞ്ഞാപ്പയുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇവരെല്ലാവരെക്കാളും സീനിയറാണ് പുള്ളി. 1980-ലാണ് നിയമസഭയിൽ വരുന്നത്. 91 തൊട്ട് മന്ത്രിയായി. അദ്ദേഹം പ്രധാനപ്പെട്ട വകുപ്പുകൾ വളരെ പ്രാഗൽഭ്യത്തോടെ കൈകാര്യം ചെയ്ത ആളാണ്. ഈ പറഞ്ഞ എല്ലാ കോൺഗ്രസ്സുകാരെക്കാളും മതനിരപേക്ഷ സ്വഭാവക്കാരനാണ്. മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടിയിലായിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. കുഞ്ഞാപ്പ ഒരു വർഗീയവാദിയാണെന്ന് പുള്ളിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയില്ല. ലീഗിൽ വർഗീയവാദികളായിട്ട് ചില നേതാക്കന്മാരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ കുഞ്ഞാപ്പ ആ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അദ്ദേഹത്തെ അറിയാവുന്നവർക്കറിയാം. അതുപോലെ ഒരാൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായി യോഗ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ വെറും മന്ത്രിമാരായിട്ടിരിക്കാനായിട്ട് രമേശ് ചെന്നിത്തലയ്ക്കോ വി.ഡി. സതീശനോ യാതൊരു വൈക്ലഭ്യവും തോന്നേണ്ടതില്ല. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും പുള്ളി അർഹനാണ്. പിന്നെ മുസ്ലിം സമുദായത്തിൽ നിന്ന് സമീപകാലത്തൊന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ആകെ വന്നിട്ട് പോയിട്ടും 1979 ഏതാനും ദിവസം, 50-51 ദിവസം CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള ഒഴിച്ചാൽ ഈ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് 30% വരുന്ന ജനസമൂഹത്തിൽ നിന്ന് ഒരാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അത്ര എളുപ്പമല്ല.
ഒന്നുകിൽ അൻവർ സാദത്ത് അല്ലെങ്കിൽ ടി സിദ്ദിഖ്, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ, ഇങ്ങനെയൊക്കെയുള്ള ചോയ്സുകളേ ഉള്ളൂ. അവർക്കാർക്കും അടുത്ത കാലത്തൊന്നും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ ഷമ മുഹമ്മദിനെ നോക്കണം, അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ CPM-ൽ അതായാലും ബുദ്ധിമുട്ടാണ്. ആകെ നമ്മുടെ കാരണഭൂതൻ്റെ മകളെ രണ്ടാം കെട്ട് കെട്ടിയ മുഹമ്മദ് റിയാസ് മാത്രമേ ഉള്ളൂ. പുള്ളിക്കൊന്നും അടുത്ത കാലത്തൊന്നും മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല. മാത്രമല്ല ഇപ്പോൾ UDF-ൻ്റെ ഭരണമുള്ള പറഞ്ഞത്, അപ്പോൾ LDF-ൻ്റെ അടുത്ത കാലത്തൊന്നും ആദ്യ കാലത്ത് തിരിച്ചു വരാനും പറ്റില്ല. അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും കുഞ്ഞാപ്പയാണ് എൻ്റെ അഭിപ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ. അദ്ദേഹം അവകാശവാദം ഉന്നയിക്കില്ല, കോൺഗ്രസ്സുകാരെ തന്നെ അറിഞ്ഞു കൊടുക്കണം. ഇനി ഇതിന് കീഴ്വഴക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. മുഹമ്മദ് കോയെ മുഖ്യമന്ത്രിയാക്കിയത് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. അന്ന് കോൺഗ്രസ്സായിരുന്നു പ്രധാനപ്പെട്ട പാർട്ടി. കോൺഗ്രസ്സിലെ I ഗ്രൂപ്പിലും A ഗ്രൂപ്പിലും വെവ്വേറെ എടുത്താൽ പോലും ലീഗിനേക്കാൾ കൂടുതൽ MLA പറഞ്ഞത്. എന്നിട്ടും കോയയെ മുഖ്യമന്ത്രിയാക്കി. ഇനി കേരളത്തിൽ തന്നെ മുമ്പുണ്ട് പ്രസിഡന്റ്. 1970-ൽ കോൺഗ്രസ്സിന് 30-ലധികം MLA പറഞ്ഞായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത് 15-16 MLA CPI-ക്കായിരുന്നു. അങ്ങനെയാണ് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായത്. കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി അച്യുതമേനോനായിരുന്നില്ലേ. അപ്പോൾ അച്യുതമേനോനെ മുഖ്യമന്ത്രി ആകെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞാപ്പയ്ക്കും ആകും. അച്യുതമേനോനെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാഗൽഭ്യത്തോടെ അദ്ദേഹം കേരളത്തിൻ്റെ ഭരണചക്രം തിരിക്കും. ആർക്കും ഒരു ആക്ഷേപം ഉണ്ടാവില്ല. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നീതി നടപ്പാക്കും. ഇവിടെ പുതിയ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ സൂര്യോദയം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് എൻ്റെ പിന്തുണ തീർച്ചയായിട്ടും സതീശനല്ല, രമേശിനുമല്ല. ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ വേണുവിനുമല്ല. അത് തീർച്ചയായിട്ടും പ്രിയങ്കരനായ പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പ എന്ന് ആരാധകർ സ്നേഹപൂർവ്വം വിളിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കായിരിക്കും.